الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء وأفضل النبيين محمد صلى الله عليه وسلم آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശി. കുടുംബ ബന്ധം അർശുമായി, അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ടതാണ്. തഖൂൽ, കുടുംബബന്ധം പറയും, മൻ വസ്വലനി വസ്വലഹുല്ലാ. ഒരാൾ എന്നെ ചേർത്താൽ, കുടുംബബന്ധം ചേർത്താൽ അള്ളാഹുവോടുള്ള ബന്ധമാണ് അയാൾ ചേർത്തിരിക്കുന്നത്. വമൻ ഖതാനി ഖതാഹുല്ലാ. ഒരാൾ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞാൽ അയാൾ അള്ളാഹുവോടുള്ള ബന്ധമാണ് മുറിച്ചു കളഞ്ഞിരിക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ചേർത്ത അതിപ്രധാനമായ ഹദീസാണ് ഇത്. ഓരോരുത്തരും ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് രാജ്യത്ത് ജനിക്കണം, ഏത് ഭാഷ സംസാരിക്കുന്നവരാകണം, ആരാകണം മാതാവ്, ആരാകണം പിതാവ്, ഏത് കാലത്തായിരിക്കണം ജനനം, ഇതെല്ലാം നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സെലക്ട് ചെയ്ത് തന്നത് പടച്ച തമ്പുരാനാണ്. അള്ളാഹുവിന്റെ സെലക്ഷനെ വിലവെക്കുക എന്നതാണ് കുടുംബ ബന്ധത്തെ ചേർക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് ഭൂമിയുമായി ബന്ധമുള്ള ഒന്നല്ല, അതിലപ്പുറം അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഭൂമിയിലാണ് നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ. പക്ഷെ അതിന്റെ കണക്ഷൻ കിടക്കുന്നത് അള്ളാഹുവിന്റെ സിംഹാസനവുമായാണ്. കുടുംബബന്ധത്തെ ചേർക്കുന്നവൻ കുടുംബബന്ധത്തെ അല്ല ചേർക്കുന്നത്, അള്ളാഹുവുമായുള്ള ബന്ധത്തെയാണ് ചേർക്കുന്നത്. കുടുംബബന്ധം മുറിച്ചു കളയുന്നവൻ കുടുംബബന്ധത്തെ അല്ല മുറിച്ചു കളയുന്നത്, അള്ളാഹുവുമായുള്ള ബന്ധത്തെയാണ് മുറിച്ചു കളയുന്നത്. നിസ്സാരമായ തർക്കങ്ങളുടെ പേരിൽ, മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ, ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, പരസ്പരം ബന്ധമുള്ള കുടുംബമുള്ള അയൽവാസികൾ, ബിസിനസ് പങ്കാളികൾ, ഇവരൊക്കെ ബന്ധം മുറിച്ചാൽ, കാരണം കൊണ്ട് തന്നെയാണ് ബന്ധം മുറിക്കുന്നത്. നല്ല രൂപത്തിൽ പോകുന്ന ഒരു ബന്ധം ഒരിക്കലും മുറിയുകയില്ല. അതിൽ ആരോ ഒരാൾ എന്തോ ചെയ്തു, അതുകൊണ്ടാണ് മുറിഞ്ഞത്. പക്ഷേ അങ്ങനെ മുറിച്ചാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് അള്ളാഹുമായുള്ള ബന്ധം മുറിച്ചു കളയുക എന്നതാണ്. കേവലം തൻ്റെ എളാപ്പയുടെ മോനോട്, മൂത്താപ്പയുടെ മോളോട് ഉള്ള ബന്ധമല്ല അവിടെ മുറിയുന്നത്, അള്ളാഹുവുമായുള്ള ബന്ധമാണ് മുറിയുന്നത്. കാരണം കുടുംബബന്ധം ചേർക്കാൻ പറഞ്ഞത് പടച്ചവനാണ്. അത് ചേർത്താൽ പടച്ചവനോടുള്ള ബന്ധം ചേർക്കുന്നു, അത് മുറിച്ചു കളഞ്ഞാൽ പടച്ചവനോടുള്ള ബന്ധം മുറിക്കുന്നു. അത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഇത്. ഇങ്ങോട്ട് ആളുകൾ എത്ര മോശമായാലും, അവകാശങ്ങൾ എത്ര കവർന്നെടുത്താലും, എത്ര പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും ഞാൻ തിരിച്ചങ്ങോട്ട് ഉണ്ടാക്കില്ല. അതിന്റെ പക വെച്ച്, വിദ്വേഷം വെച്ച് നടക്കില്ല. ഈ പകയും വിദ്വേഷവുമായി ഞാൻ മരണപ്പെടാൻ ഇടയാവില്ല. എന്റെ ഖബറിലേക്ക് ഞാൻ ഒറ്റയ്ക്കേ പോകൂ എന്ന നല്ല ബോധ്യത്തോടു കൂടി ക്ഷമയോടെ, വിട്ടുവീഴ്ചയോടെ പരിപാലിക്കേണ്ട ഒന്നാണ് കുടുംബ ബന്ധം എന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. കുടുംബ ബന്ധം എന്നത് അള്ളാഹുവിന്റെ മുറാഖബത്ത്, നിരീക്ഷണമുള്ള ഒന്നാണ്. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 1-ാമത്തെ സൂക്തത്തിൽ വത്തഖുല്ലാഹ അല്ലദീ തസാഅലുന ബിഹി വൽ അർഹാം,
നിങ്ങൾ ഏതൊരു അള്ളാഹുവെ മുൻനിർത്തിയാണോ ആ അള്ളാഹുവെയും കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവെ മുൻനിർത്തി കുടുംബ ബന്ധത്തെ മുൻനിർത്തിയും നമ്മൾ ചോദിക്കാറുണ്ട്. അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് ഉപയോഗിച്ച അതേ പദം കൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കാൻ അള്ളാഹു പറയുന്നത്. ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹുവിന്റെ സർവൈലൻസ്, മുറാഖബത്ത് നിങ്ങൾക്കുണ്ട്, അള്ളാഹു റഖീബായുണ്ട് എന്ന് പറഞ്ഞാണ്. ആര് നിരീക്ഷിക്കാനില്ലെങ്കിലും, ആര് കുടുംബത്തെ ശ്രദ്ധിക്കാനില്ലെങ്കിലും, എനിക്ക് എന്തുമാകാം എന്ന് വന്നാലും, എൻ്റെ അധികാരവും പണവും സ്വാധീനവും ഉപയോഗിച്ച് എനിക്ക് എങ്ങനെയും ആകാമെന്ന് വന്നാലും അവരറിയേണ്ട ഒരു കാര്യം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹുവിന്റെ നിരീക്ഷണം കുടുംബത്തിന്റെ മുകളിൽ ഉണ്ട് എന്നാണ്. അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധത്തോടു കൂടി വളരെ മനോഹരമായി കുടുംബ ബന്ധത്തെ ചേർക്കാനും കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമാകണം. ത്യാഗം സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. എന്ത് പ്രയാസങ്ങൾ ഇങ്ങോട്ടുണ്ടാക്കിയാലും എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് തീരുമാനിക്കണം. എങ്കിൽ ക്രമേണ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലവരായി മാറുകയാണ് ചെയ്യുക. അതിൽ നമ്മളൊരു പരിധിയോ ഒരു കാലമോ ഡ്യൂറേഷനോ നിശ്ചയിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരാൾ പറയുന്നുണ്ട്, ഇന്നലി ഖറാബ അസ്ലുഹും ഫയഖ്തഊനനി, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് ബന്ധം സ്ഥാപിക്കും, പക്ഷേ അവരെന്നോട് മുറിച്ചു കളയും ബന്ധം. ഞാൻ അവരോട് സ്നേഹത്തോടെ പെരുമാറും, അവരെന്നോട് അവിവേകത്തോടെ മാത്രമേ പെരുമാറാറുള്ളൂ. ഇങ്ങനെ ഇദ്ദേഹം അങ്ങോട്ട് നൽകുന്ന നല്ല പെരുമാറ്റങ്ങളും ഇടപെടലുകളും തിരിച്ചെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന മോശമായ അനുഭവങ്ങളും വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, നിന്റെ കൂടെ എപ്പോഴും അള്ളാഹുവിന്റെ ഒരു സഹായി ഉണ്ടാകും. അവർ ചുടുവെണ്ണീർ തിന്നുന്നവരെ പോലെയാണ് എന്നാണ്. അതിനാൽ അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകുന്ന വിഭാഗം എന്നത് ഇങ്ങോട്ട് എങ്ങനെ എന്ന് നോക്കാതെ അങ്ങോട്ട് പെരുമാറാൻ കഴിയുന്ന, ത്യാഗം സഹിച്ചും കുടുംബ ബന്ധത്തെ നിലനിർത്താൻ കഴിയുന്ന ആളുകളാണ്. കുടുംബ ബന്ധം ചേർക്കുമ്പോൾ അള്ളാഹു ആ വ്യക്തിയോടുള്ള ബന്ധം ചേർക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ആ വ്യക്തിയോട് കരുണയോടെ ഇടപെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേർക്കാൻ ഒരാൾക്ക് മനസ്സില്ലെങ്കിൽ, എന്നോട് നന്നായി പെരുമാറിയാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് നന്നായി പെരുമാറൂ എന്നൊരാൾ തീരുമാനിച്ചാൽ, കുടുംബ ബന്ധത്തിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഇങ്ങോട്ട് എങ്ങനെ ആകണം അതുപോലെ ഉണ്ടാവൂ എന്നൊരാൾ തീരുമാനിച്ച് ബന്ധം മുറിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെടും. പടച്ച റബ്ബ് അവർക്ക് അനുഗ്രഹം ചൊരിയുകയില്ല. അള്ളാഹു അവരോടുള്ള ബന്ധം മുറിച്ചു കളയും. എത്ര നമസ്കരിക്കുന്നവനും സുബഹി ജമാഅത്തിന് പള്ളിയിൽ എത്തുന്നവനും വിശുദ്ധ ഹറമുകളിൽ എത്തുന്നവനും ഖുർആന്റെ മുന്നിൽ ഇരിക്കുന്നവനും സുന്നത്ത് നോമ്പുകളിൽ ചിട്ടയും നിഷ്ഠയും ഉള്ളവനും ഒക്കെയാണെങ്കിൽ പോലും ഇക്കാരണം കൊണ്ട് അള്ളാഹു അവരോട് ബന്ധം മുറിക്കും. അള്ളാഹുവോട് ബന്ധമുണ്ടാക്കാനാണ് ഈ ഇബാദത്തുകളൊക്കെ ചെയ്തത്. പക്ഷേ അള്ളാഹുവോടുള്ള ബന്ധം ഇബാദത്തുകളിലൂടെ മാത്രമല്ല സാധ്യമാവുക. ഇബാദത്തുകൾ അതിപ്രധാനമാണ്. അതേസമയത്ത് അതിന്റെ കൂടെ മനുഷ്യബന്ധം വേണം, കുടുംബ ബന്ധം വേണം. അതില്ലാതായത് കൊണ്ടാണ് അള്ളാഹു ഈ മനുഷ്യനോട് ബന്ധം മുറിച്ചത്. അള്ളാഹു ബന്ധം മുറിക്കാതിരിക്കണമെങ്കിൽ, അള്ളാഹു ബന്ധം ചേർക്കണമെങ്കിൽ പള്ളിയിലെത്തി ഖുർആന്റെ മുന്നിലെത്തി അള്ളാഹുവോട് ബന്ധം സ്ഥാപിക്കുന്ന അതേ അളവിൽ ക്ഷമയോടെ, വിട്ടുവീഴ്ചയോടെ, സഹനത്തോടെ കുടുംബ ബന്ധത്തെ മുറുകെ പിടിക്കാൻ കഴിയണം. കുടുംബങ്ങളെ സന്ദർശിക്കണം, അവരുടെ സുഖവിവരങ്ങൾ അറിയണം. സന്ദർശനം ഈ കാലത്ത് ഏറ്റവും കുറഞ്ഞിട്ടുണ്ട്. വളരെ ഉദ്ദേശപൂർവ്വം കാണാൻ വേണ്ടി മാത്രം, സംസാരിക്കാൻ വേണ്ടി മാത്രം, സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രമുള്ള സന്ദർശനങ്ങൾ ഉൾപ്പെടെ കുടുംബബന്ധം ചേർക്കാൻ ഇടയാക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. പാവങ്ങളാണ് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെങ്കിൽ അങ്ങനെയും കുറച്ചുണ്ടാകാമല്ലോ. അവരെ സാമ്പത്തികമായി സഹായിക്കുന്നത് കുടുംബബന്ധത്തിലെ വളരെ പ്രധാനമാണ്. ദാനത്തിന്റെ കൂലിക്ക് പുറമെ കുടുംബബന്ധം ചേർത്ത കൂലി കൂടി അതിൽ ലഭിക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുടുംബം എല്ലാവർക്കും തണലായി മാറണം, സമാധാനമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ കുടുംബബന്ധങ്ങളെ പരിപാലിക്കാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.